ഒരു ചരിത്രം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ മുസ്ലിമീങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. ഒരുപാട് ഖുർആൻ ഹാഫിളീങ്ങളെ കൊല ചെയ്യപ്പെട്ടു. ഒരുപാട് സ്വഹാബത്തിന് കൊല ചെയ്യപ്പെട്ടു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ഈ അരുംകൊല ചെയ്യുന്നത്? ആരാണ് ഈ സ്വഹാബത്തിനെ കൊന്നൊടുക്കുന്നത്? ആരാണ് ഈ നിരപരാധികളായ ഖുർആൻ ഹാഫിളീങ്ങളെ കൊന്നൊടുക്കുന്നത്? സ്വഹാബികൾ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, നജ്ദിന്റെ കിഴക്ക് ഭാഗത്ത് യമാമ എന്ന് പറയുന്ന സ്ഥലമുണ്ട് നബിയെ. അവിടെ ഒരു ഭരണാധികാരിയുണ്ട് നബിയെ. അവിടെ വലിയ ഒരു രാജാവുണ്ട് നബിയെ. അയാൾ ഇസ്ലാമിന്റെ വിരോധിയാണ് നബിയെ. അയാളെ പലരും എന്തെല്ലാം തെറ്റിദ്ധാരണകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മളെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും ഹബീബായ തങ്ങളെ പറ്റിയും എന്തൊക്കെയോ തെറ്റിദ്ധാരണ പറഞ്ഞ് പരത്തി അയാൾ ഇസ്ലാമിനെ വിരോധിയാക്കി മാറ്റിയിട്ടുണ്ട് നബിയെ. അയാളുടെ അക്രമ പട്ടാളത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട സ്വഹാബത്തിനെ കൊന്നൊടുക്കിയത് നബിയെ. അയാളാണോ? എന്നാൽ അയാളെ നിങ്ങളൊന്ന് പിടിച്ചുകൊണ്ടുവരൂ, ജീവനോടെ പിടിച്ചുകൊണ്ടുവരൂ. നിങ്ങൾ മനസ്സിലാക്കണം, കൊല്ലാൻ വേണ്ടിയല്ല പറഞ്ഞത്.